ഒരു കുട്ടിയെ വളരെ വികൃതിയാണ്, വളരെ നോട്ടിയാണ്, വളരെ മിസ്ചീവസാണ്. അങ്ങനത്തെ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റൂലേ? പറ്റും എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും, പറ്റൂല എന്നും പറയും. എത്ര മാറ്റിയാലും പിന്നെയും സന്ദർഭം വരുമോ പഴയമാതിരി തന്നെയാവും എന്ന് ചിന്തിക്കണവരും കാണുന്നവരൊക്കെ. അപ്പം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഇപ്പം ഞാനൊരിക്കൽ എൻ്റെ ഒരു അനുഭവമാണല്ലോ കുറേ ഉണ്ടാകുക. പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ മുതലാളി, അത്യാവശ്യം പൈസ ഉള്ള എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു മോനുണ്ട്, അവന് 14 വയസ്സായി, ഓൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാനും 4ാം ക്ലാസ് വരെ ഉള്ളൂ. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഓന് പിന്നെ പഠിക്കാൻ എവിടെ കൊണ്ടുപോയി ചേർക്കാനും ഇയാൾക്ക് പൈസ ഉണ്ട്, പണക്കാരനാണ്, നല്ല പണക്കാരനാണ്. പക്ഷെ എവിടെ കൊണ്ടുപോയി ചേർത്താലും ഞാൻ പോന്നാൽ പിന്നാലെ ഓനോട് പോരും. ഞാൻ ഓനെ കൊണ്ട് കുടുങ്ങിയിരിക്കണം, മോനെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി തരുവച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം എന്താക്കാൻ അങ്ങനത്തെ. അവസാനം ഇയാൾ കരയാൻ തുടങ്ങി, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഞാൻ മരിച്ചാൽ ഈ സ്വത്തിൻ്റെ ഒരു വിഹിതം ഇവനും കിട്ടും. ഇവനും പഠിച്ച് ഉദ്യോഗസ്ഥനാവൊന്നും വേണ്ട, ഇവനൊരു വിവരമില്ലാത്ത ഈ കോലത്തിലാണെങ്കിൽ എന്തേക്കാരാപ്പം സ്വത്തൊക്കെ ഓൻ കാട്ടുക. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാട്ടിയിട്ട് ഓനൊന്ന് മാറ്റി തരണതാണ്. അപ്പം ഞാൻ അയാളെ കണ്ണിലോ കണ്ടപ്പോൾ ആയിക്കോട്ടെ, ഞാൻ 2 മാസം വരാം, പിന്നെ എനിക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഈ കുട്ടീനെ 14 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ ഈ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കണ്ട ഉടനെ സൈക്കിൾ എടുത്താണ് പോയി. സൈക്കിൾ എടുത്തിട്ട് പോക്കിൻ്റെ കണ്ടതോടുകൂടി ഇവൻ്റെ പേരിക്കാൻ അവനെ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ്. പോയി. പിന്നെ ഞാൻ എന്താ കാട്ടുക, ഒരു കട്ടൻ ചായയൊക്കെ തന്നെ ഞാൻ കുടിച്ച് പോന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുക. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ഈ കുട്ടി സൈക്കിൾ എടുത്ത് പോയിട്ടെന്താ പിന്നെ എനിക്കെന്താ ചെയ്യാൻ പോയതിൻ്റെ പിന്നാലെ പോയാൻ പറ്റുമോ? അപ്പം ഞാൻ അന്നും കട്ടൻ ചായ അന്ന് കുടിച്ച് പോന്നു. 3ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ ഓൻ പോയില്ല, ഓൻ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഓൻ്റെ അടുത്ത് നിന്ന് കണ്ട് ഓരോ പേര് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ എൻ്റെ ഫാദർ എന്നെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് 2 ദിവസം ഇപ്പം എന്നെ കിട്ടിയില്ല, എങ്ങോട്ട് പോയത് ചോദിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ എയർ ഗൺ എടുത്തിട്ട് പക്ഷികളെ വെടിയേക്കാൻ പോയി. പിന്നെ ഇന്നലെ എവിടേക്ക് പോയി ചോദിച്ചു. ഇന്നലെ ഞാൻ സിനിമക്കാണ് പോയി. എന്നൊരു സിനിമ കണ്ടു പറഞ്ഞു. ഏത് സിനിമയാണെന്ന് ചോദിച്ചു. ഒരു തമിഴ് സിനിമേൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് തമിഴ് സിനിമ ഇഷ്ടമെന്ന് ചോദിച്ചു. തമിഴ് സിനിമ ഇഷ്ടമെന്ന്. എന്താ തമിഴ് സിനിമ ഇഷ്ടപ്പെടാൻ കാരണം? അതിൽ ഇടി ഉണ്ടാവുന്നതാണ്, ഇടി. അപ്പോൾ പിന്നെ ഇടിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോളിവുഡിൻ്റെ സിനിമയോ കണ്ട അതിലത്തെ ഇടി കണ്ടാൽ പിന്നെ തമിഴൊന്നും കാണില്ല, അത് ഇടിയാണ്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ സിനിമ ഹിന്ദി കാരണം അതിലൊക്കെ എന്ത് ഇടി. പക്ഷേ ഈ ഇടി കാണുമ്പോൾ എന്തിനാ ഇടിക്കണമെന്നും കൂടി അറിഞ്ഞാൽ ഒന്നുകൂടി രസം ഉണ്ടാവില്ലേ? ഇപ്പം നമ്മളൊരിടത്ത് തല്ലൂടിനുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ നമ്മളെന്താ ചോദിക്കുക, എന്തിനാ തല്ലണത് ചോദിക്കുക. എന്തിനാ ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തല്ല് കണ്ടാൽ മാത്രം പോരാ, അത് എന്തിനാന്ന് മനസ്സിലാവും. അപ്പോൾ എന്തിനാണ് ഇത് ഇടിക്കണതെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഭാഷ അറിയണം, അതിന് ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയണം, അപ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ തുടങ്ങണം. ഈ രീതിയിൽ ഓനോട് ഞാൻ സംസാരിച്ച് ഓന് എനിക്കോട് വിധേയനായി. എന്നിട്ട് പിന്നെ ഞാൻ 2 മാസം ഓനെ പഠിപ്പിച്ചു. 2 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ സൈക്കിൾ എടുത്ത് എന്നെ തിരഞ്ഞു വരും, നിങ്ങളെന്താ വരാത്ത ചോദിച്ചുകൊണ്ട്. അങ്ങനെ 2 മാസം പഠിപ്പിച്ച് ഞാൻ വിട്ടു. എനിക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിവായിപ്പോയി. അതോടുകൂടി ഓന് നിർത്തി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു 10-30 വർഷം കഴിഞ്ഞതിന് ശേഷം ഇലക്ഷനിലൊക്കെ മത്സരിച്ചുകൊണ്ടെന്നും മുനിസിപ്പാലിറ്റിയിലെ മെമ്പറൊക്കെ ആയി. അങ്ങനെ ഒരു 10-30 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു പരിപാടിയിൽ ഞാൻ ചെന്നപ്പോൾ ഇവനും ഉണ്ട് അവിടെ. അങ്ങനെ അധ്യക്ഷൻ വിളിച്ചു. ഇനി അടുത്തതായി നമ്മുടെ പേര് ഞാൻ പറയില്ല, അടുത്തതായി ആശംസാ പ്രസംഗത്തിന് ഇന്നാൾ മുനിസിപ്പാലിറ്റി മെമ്പറാണേ, ഓനെ വിളിച്ചു. അതിനും അത്യാവശ്യം തിരക്കെല്ലാം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇനി അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ഉച്ചാരക്കടവിൽ നിന്ന് ഹംസ മാസ്റ്റർ വന്നിരിക്കണു പറഞ്ഞു. അപ്പോൾ കാക്കാന്ന് പറഞ്ഞാൽ ഞാൻ മാഷാണ്ടോ, അധ്യാപകനാണ്. അപ്പോൾ അപ്പോൾ ഇവൻ എൻ്റെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ 19 കൊല്ലം മുമ്പല്ലേ ഇവൻ എന്നെ നോക്കിയപ്പോൾ ഒരു മനസ്സിലായി, അതിൽ വന്നാൽ എൻ്റെ മാഷാണല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് കെട്ടിപ്പിടിച്ചലും ഫോട്ടോ എടുക്കലും പെരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കി സൽക്കരിക്കലും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ അവൻ്റെ താല്പര്യം സിനിമ കമ്പം, സിനിമ കാണാനുള്ള അവൻ്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവനെ മാറ്റിയെടുക്കാൻ പറ്റി.